ഈ പ്രൊഫഷണൽ ലൈഫ് നമ്മളൊക്കെ എനിക്കിപ്പോൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എപ്പോഴും പ്രൊഫഷണൽ ലൈഫിനാണ്. ഇപ്പം ഞാനാണെങ്കിലും നിലുവിനോട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ. പക്ഷെ നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ഒരു പരാജയമല്ലേ? ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോ പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം. ഈ സമയം അതും കൂടെ ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്താൽ നമുക്ക് ചിലപ്പോൾ പ്രായമായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കണ്ട് നമുക്ക് ആസ്വദിച്ചിരിക്കണമെങ്കിൽ നമുക്ക് നമ്മളുടേതായൊരു വെൽത്ത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വീട്ടിലിരുന്നുകൊണ്ട് കിട്ടില്ല. കുടുംബത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു സ്വത്തും അതിന് ചിലപ്പോൾ മതിയാവില്ല. നമ്മുടെ മക്കൾ ഇനി വരുന്ന യൂണിവേഴ്സിറ്റി ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അവരുടെ എക്സ്പെൻസസ് പഴയ പോലെ അല്ല, അവരുടെ ആഗ്രഹങ്ങളും വലുതാണ്. വീട്ടിലത്തെ ഒരു ഫൈനാൻഷ്യൽ സെറ്റപ്പ് മാത്രം നോക്കാൻ പറ്റില്ല, നമുക്കൊന്നിച്ച് ജോലി ചെയ്യണം. അപ്പോൾ എന്ത് വേണം, രാവും പകലും ചിലപ്പോൾ ഈ ഒരു പ്രായത്തിൽ 20-ലും 30-ലൊക്കെ നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്യേണ്ട വരും. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണോ? അപ്പോൾ നമ്മൾ ആ സമയത്ത് അത് പ്രയോറിറ്റൈസ് ചെയ്യണം ആസ് എ കപ്പിൾ. ആൻഡ് ദെൻ പ്രോബബ്ലി നമ്മൾ ചിലപ്പോൾ ഒരു ഹൗസ് ഹെൽപ്പിനൊക്കെ വെക്കും. നമ്മൾ ചിലപ്പോൾ ഒരു സമയമാകുമ്പോൾ നമ്മൾ അതിന് ചിലപ്പോൾ പ്രയോറിറ്റി കൊടുക്കില്ല. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ലൈക്ക് നൗ വി വർക്ക്ഡ് സോ മച്ച്. നമ്മുടെ മാരേജിൽ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മുടെ സമയമായിരിക്കും, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സമയമായിരിക്കും. അപ്പോൾ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ആസ് എ ടീം, ആസ് എ കപ്പിൾ നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ സക്സസ്ഫുള്ളി മാരേജ് കൊണ്ടു നടക്കാൻ പറ്റും. ആ ബാലൻസ് നടക്കും. ഈ ബാലൻസ് എന്ന് പറയുന്നത് എന്താ, മക്കളെ നോക്കണം, ഭർത്താവിനെ നോക്കണം, നമ്മുടെ ജോലി നോക്കണം, നമ്മുടെ ഫൈനാൻഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനനുസരിച്ച് നമ്മുടെ നീഡ്സ് അനുസരിച്ചിട്ടൊക്കെ നമ്മൾ അതിനൊരു വഴി കണ്ടുപിടിക്കണം. ഇത് ബാലൻസ് ചെയ്യാൻ പറ്റും. ബട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ബി എ ടീം.